നിസാം സെയ്ദ്, ഇവിടെ ഇപ്പോൾ അൻവർ ഫാക്ടർ അത് നിലമ്പൂരിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അൻവർ പിടിക്കുന്ന വോട്ട് ആരെ തോൽപ്പിക്കും എന്നതൊരു ഘടകമാണ്. ഒപ്പം തന്നെ ഈ പടിപടിയായി വോട്ട് ഉയർത്തിയ അൻവർ ഏറ്റവും അവസാനം 81,227 വോട്ട് നിലമ്പൂരിൽ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ അൻവറിന് സ്വന്തം നിലയിൽ അവിടെ എത്ര വരെ പോകാൻ പറ്റും? അത് ആർക്കായിരിക്കും ഭീഷണി ഉണ്ടാക്കുന്നത് എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ കൗതുകം എന്ന് തോന്നുന്നു. സാധ്യതകൾ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അൻവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 71,000 വോട്ടുകളാണ് പിടിച്ചത്. 81,000 വോട്ടുകളാണ് പിടിച്ചത്. UDF 78,000 വോട്ട് പിടിച്ചു. ഏതാണ്ട് 2,700 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അൻവർ വിജയിച്ചത്. ഈ UDF പിടിച്ച 78,000 വോട്ടിൽ കൃത്യമായും അൻവർ വിരുദ്ധ വോട്ടുകളായിരുന്നു. 100% അൻവർ വിരുദ്ധ വോട്ടുകളായിരുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും അൻവറിന് എന്തെങ്കിലും വോട്ടുകൾ നേടാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഈ അൻവർ പിടിച്ച വോട്ടുകളിൽ 81,000 വോട്ടുകളിൽ എത്ര വോട്ടുകൾ അൻവറിന് നേടാൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതുപോലെ തന്നെ UDF പിടിച്ച 78,000 വോട്ടിൽ നിന്ന് സ്വരാജിന് വോട്ടുകൾ കവരാൻ കഴിയുമോ എന്നുള്ളതും നമ്മൾ ഉറ്റുനോക്കുന്നു. ഈ സാധ്യതകളെല്ലാം പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് അൻവറിന്റെ പ്രസക്തി ഓരോ ദിവസവും കുറഞ്ഞു വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശകലനം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലമ്പൂർ സന്ദർശിച്ചിരുന്നു. നിലമ്പൂരിൽ അൻവർ ഈ പറയുന്ന ഒരു വലിയ മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ധാരണ അവിടെ കൃത്യമായ രാഷ്ട്രീയ മത്സരം നടക്കും. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത നമുക്കെല്ലാം മനസ്സിലാകേണ്ടതുപോലെ ഈ തെരഞ്ഞെടുപ്പ് 9 മാസത്തേക്കുള്ള ഒരു MLA തെരഞ്ഞെടുക്കാനുള്ള മത്സരമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ ശാക്തിക ബലങ്ങളിൽ എന്തെങ്കിലും മാറ്റവും ഉണ്ടാകില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഇനി വരാൻ പോകുന്ന 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിൽ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. ആ ഒരു ഫലത്തിലേക്ക് വരുമ്പോൾ മറ്റ് ഘടകങ്ങളൊക്കെ അപ്രസക്തമാകും. ഇപ്പോൾ കൃത്യമായും 2 മുന്നണികളും അവരുടെ രാഷ്ട്രീയ മത്സരമാക്കി അതിനെ മാറ്റിയിരിക്കുന്നു. BJP മത്സര രംഗത്ത് വളരെ അവര് യാതൊരു ആത്മവിശ്വാസമില്ല, യാതൊരു താല്പര്യവുമില്ലാതെ വളരെ നിസ്സംഗരായ ഒരു മത്സരത്തിലേക്ക് വന്നു. അവർക്ക് 2016 BDJS മത്സരിച്ചപ്പോൾ 13,000 വോട്ട് ലഭിച്ചിരുന്നു. അത് കുറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും BJP മത്സരിച്ചപ്പോൾ 8,500 ആയി. 3,600 വോട്ടുകളുടെ കുറവുണ്ടായി. ആ വോട്ടുകൾ തന്നെ കുറയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലമ്പൂരിലുള്ളത്. ഇതിന് നിലമ്പൂരിലെ മത്സരം കൃത്യമായി രാഷ്ട്രീയ മത്സരമാകുമ്പോൾ കേരളത്തിൽ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് ഭരണവിരുദ്ധ വികാരമുണ്ടോ, ഭരണവിരുദ്ധ വികാരത്തിന്റെ തോത് എന്താണ്, അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആരുടേതായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അൻവർ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അൻവറിനെ നമുക്കറിയാം, നമുക്കങ്ങനെ യുക്തിഭദ്രമായി വിലയിരുത്താൻ കഴിയുന്ന ഒരു നേതാവല്ല അൻവർ നമ്മൾ സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെ ദീർഘകാല പദ്ധതികളോ ദീർഘകാല സ്ട്രാറ്റജിയോ ഒന്നും വെച്ച് പ്രവർത്തിക്കുന്നവരല്ല. അദ്ദേഹം വളരെ വൈകാരികമായി, ഒട്ടും വിചാരപരമല്ലാതെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖ്യ ശത്രു UDF ആണ് എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ LDF പ്രതീക്ഷിക്കുന്നത് പിണറായി വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് അൻവറിന്റെ ഒരു സാന്നിധ്യത്തിലൂടെ സാധ്യമാകാൻ പോകുന്ന ഒരു കാര്യം. എത്രമാത്രം അൻവറിന് അത് സാധിക്കും എന്നുള്ളതാണ്. പിണറായി വിരുദ്ധ വോട്ടുകൾ VD സതീശൻ 1ാം നമ്പർ ശത്രുവാണ് എങ്കിൽ പ്രചരണത്തിൽ കൂടുതൽ ശ്രദ്ധ അൻവർ കേന്ദ്രീകരിക്കേണ്ടി വരും. കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൂടുതൽ വോട്ട് പിടിക്കുക എന്ന ഒരു നിലയിലേക്ക് അൻവർ എത്തേണ്ടി വരും. ഇപ്പോഴും വിലപേശലുകൾ നടക്കുന്നു അൻവറുമായി ബന്ധപ്പെട്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിലപേശലുകൾ തുടരുമോ അൻവർ? ഒരു പക്ഷേ ഈ മത്സര രംഗത്തുണ്ട് എങ്കിൽ പോലും പ്രചരണത്തിൽ ഉളപ്പി സ്വന്തം ഭാവി അല്ലെങ്കിൽ നാണക്കേട് എന്നത് അൻവറിനെ സംബന്ധിച്ചൊരു വിഷയമാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒതുങ്ങി ഒരു UDF പ്രവേശനത്തിനുള്ള സാധ്യത അൻവർ തേടാനുള്ള സാധ്യത ഇനിയുണ്ടോ? അൻവറിനെ സംബന്ധിച്ചുള്ള ഇനി UDF എന്തെങ്കിലും ഭാവി ഉണ്ടോ എന്ന് ഞാൻ കരുതില്ല. അൻവർ ശ്രമിക്കുന്നത് കഴിയുന്നത്ര പിണറായിയിലേക്ക് അദ്ദേഹം ആക്രമണം തിരിച്ചു വച്ചിരിക്കുന്നത് പിണറായി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്നുള്ള താല്പര്യമായാണ്. കഴിയുന്നത്ര പിണറായി വിരുദ്ധ വോട്ടുകൾ ഭിന്നിപ്പിക്കുമ്പോൾ അത് UDFന്റെ സാധ്യതയെ മങ്ങലേൽപ്പിക്കും. അങ്ങനെ തന്റെ പ്രസക്തി കൊണ്ട് UDF പരാജയപ്പെടും എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് അൻവറിന്റെ ഗെയിം പ്ലാൻ. പക്ഷേ VD സതീശന് ഇതിൻ്റെ അത് കൃത്യമായ രാഷ്ട്രീയം കാണുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം അൻവറിനെ കൂട്ടി നിർത്തി ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചാൽ ആ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും അൻവർ കൊണ്ടുപോകും.
LDF-ഉം ഈ പരാജയമുണ്ടായാൽ അത് അൻവർ കാരണമാണ്, ഞങ്ങളുടെ MLA വിട്ടുപോയി അപ്പുറത്ത് ചെന്നുകൊണ്ടാണ്, അല്ലാതെ രാഷ്ട്രീയ കാരണങ്ങളല്ല, ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ല ഞങ്ങൾ തോറ്റുപോയത് എന്ന് വരുത്താനായിരിക്കും LDF-ഉം ശ്രമിക്കുന്നത്. അതുകൊണ്ട് വിജയത്തിന്റെ അവകാശവാദം, വിജയത്തിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ഏതാണ്ട് അൻവറിന്റെ മേൽ കെട്ടിവെൽക്കപ്പെടും. അത്തരം ഒരു സാഹചര്യം ഒഴിവാക്കി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം തോൽക്കുകയാണെങ്കിലും ജയിക്കുകയാണെങ്കിലും രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തി UDF എത്ര വോട്ടിന് വിജയിച്ചാലും അത് കേരളത്തിലെ ഭരണമുന്നണിക്കെതിരെയുള്ള വിലയിരുത്തലാണ്, അതാണ് കേരളത്തിലെ പൊതുവികാരം എന്ന് വരുത്തി തീർത്തേണ്ടത് UDF-ന്റെ ആവശ്യമാണ് എന്ന ബോധ്യമാണ് അൻവറിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ VD സതീശനെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ LDF ശ്രമിക്കുന്നത് ഈ എന്തെങ്കിലും വിധത്തിൽ അവിടെ വിജയിക്കാൻ കഴിഞ്ഞാൽ അതിനെ ഭരണത്തിന് അനുകൂലമായ വികാരമാക്കി മാറ്റുക, 2026 പിണറായി 3.0 എന്ന വിശ്വാസം യാഥാർത്ഥ്യമാക്കുക, അതൊരു യാഥാർത്ഥ്യമാണെന്ന ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാഷ്ട്രീയ വോട്ടുകൾ കൊണ്ട് തങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന് വിശ്വസിപ്പിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തിയെ വർദ്ധിപ്പിക്കേണ്ട കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തി 2026 തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് സെറ്റർ ആയതുകൊണ്ട് തങ്ങളുടെ വോട്ടുകൾ കൊണ്ട് മാത്രം വിജയിക്കണം എന്നുള്ളതാണ് UDF-ന്റെ രാഷ്ട്രീയ തന്ത്രം. ആ രാഷ്ട്രീയ തന്ത്രത്തിന് വേണ്ടി അൻവറിനെ ഇനി അവർ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നതനുസരിച്ച് അൻവർ അപ്രസക്തനാകും. തീർച്ചയായും അൻവർ അപ്രസക്തനാകുമോ? കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങൾ സംസ്ഥാനത്തിന്റെ അവിടുത്തെ നിലമ്പൂരിലെ തന്നെ ജനങ്ങളുടെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, വികസന വിഷയങ്ങൾ ചർച്ചയാകുമോ? LDF UDF പോരായി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാറുമോ എന്നത് നമുക്ക് ചർച്ച ചെയ്യാം ഇടവേളയ്ക്ക് ശേഷം.